ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ദേശീയ തലത്തിലും കോൺഗ്രസിന് തിരിച്ചടികൾ മാത്രമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തിരഞ്ഞെടുപ്പിലേക്ക് അടുക്കും തോറും നിരവധി പേരാണ് കോൺഗ്രസ് വിട്ട് പോകുന്നത്. സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും നിരവധി പേർ ഇതിനോടകം തന്നെ രാജിവെച്ചിരിക്കുകയാണ്. പാർട്ടിയിലെ അവഗണനയിൽ മനം മടുത്താണ് പലരും കോൺഗ്രസ് വിട്ടു പോകുന്നത്. കേരളത്തിൽ നോക്കുകയാണെങ്കിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ മക്കളും പാർട്ടി വിട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് ദേശീയ തലത്തിൽ പോലും ചർച്ച ചെയ്യപ്പെട്ട വിഷയം കൂടിയാണ്. കഴിഞ്ഞ ദിവസം മറ്റൊരു ദേശീയ വക്താവ് കൂടെ കോൺഗ്രസ് വിട്ടിരുന്നു. ഇപ്പോഴിതാ കോൺഗ്രസിനെതിരെ തുറന്നടിച്ചുകൊണ്ട് മുൻ ദേശീയ വക്താവായ ഗൗരവ് വല്ലഭ് രംഗത്തെത്തിയിരിക്കുകയാണ്. കോൺഗ്രസിന്റെ നടപടികൾ മനസ്സുമടുത്താണ് കഴിഞ്ഞ ദിവസം ഗൗരവ് വല്ലഭ് BJPയിലേക്ക് ചേർന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയ്ക്ക് അയച്ച രാജിക്കത്തിൽ ഗൗരവ് രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെ അദ്ദേഹം വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ കോൺഗ്രസിനെതിരെ കടുത്ത വിമർശനങ്ങൾ അക്കമിട്ട് നിരത്തുന്നുമുണ്ട്. മുൻ കേന്ദ്രമന്ത്രിമാരായ ജയറാം രമേശ്, P. ചിദംബരം എന്നിവർ ഉൾപ്പെടെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ പേര് പറയാതെയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ വിമർശനം. മുൻ മുഖ്യമന്ത്രിമാരുടെയും മന്ത്രിമാരുടെയും പേഴ്സണൽ അസിസ്റ്റന്റുമാരാണ് ഇപ്പോൾ കോൺഗ്രസിനെ നയിക്കുന്നത് എന്നാണ് അദ്ദേഹം തുറന്നടിച്ചത്. ഒരിക്കൽ പോലും ഒരു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തവരാണ് ഇവർ. ഒരു ക്ലാസ് ലീഡർ ആകാനുള്ള തിരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാത്ത ഒരാൾ 5 തവണ രാജ്യസഭയിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചു. കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രവുമായി അദ്ദേഹത്തിന് യാതൊരു ബന്ധവുമില്ല. തന്റെ രാജ്യസഭാ സീറ്റ് ഉറപ്പാക്കുക മാത്രമാണ് ലക്ഷ്യം. പാർട്ടിയോട് അദ്ദേഹത്തിന് പ്രത്യയശാസ്ത്രപരമായ പ്രതിബദ്ധത ഇല്ലെന്നും അദ്ദേഹം പറയുകയുണ്ടായി. കഴിഞ്ഞ 30 വർഷമായി ഒരേ വ്യക്തിയാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രിക തയ്യാറാക്കുന്നത്. അദ്ദേഹത്തിന്റെ ആശയങ്ങൾക്ക് എന്തെങ്കിലും നേട്ടമോ പ്രായോഗിക പ്രാധാന്യമോ ഉണ്ടായിരുന്നെങ്കിൽ ലോക്സഭയിൽ കോൺഗ്രസിന്റെ അംഗസംഖ്യ നിരന്തരം കുറയുകയില്ലായിരുന്നു. P. ചിദംബരത്തിന്റെ പേരെടുത്ത് പറയാതെയായിരുന്നു ഈ വിമർശനം. ചിദംബരമായിരുന്നു ഇത്തവണയും കോൺഗ്രസിന്റെ പ്രകടന പത്രിക രൂപീകരണ സമിതി ചെയർമാൻ. സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ സെബിയുടെ ക്ലീൻ ഷീറ്റ് ലഭിച്ച ശേഷം അദാനിയെ വിമർശിക്കുന്നത് നിർത്തണമെന്ന് താൻ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളോട് ആവശ്യപ്പെടുകയും ചെയ്തുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പക്ഷെ അവർ അതിന് തയ്യാറായില്ല. അദാനിയും അംബാനിയും കേന്ദ്ര സർക്കാരിൽ നിന്നും പ്രധാനമന്ത്രിയിൽ നിന്നും അനർഹമായ ആനുകൂല്യങ്ങൾ സ്വീകരിക്കുന്നു എന്ന് രാഹുൽ ഗാന്ധിയും ദേശീയ അധ്യക്ഷനായ മല്ലികാർജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ളവരും ആരോപിക്കുന്നു. അദാനിയെയും അംബാനിയെയും രാപ്പകൽ വിമർശിക്കുക എന്നത് കോൺഗ്രസിന്റെ ശീലമായി മാറിയിരിക്കുകയാണ്. പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ പ്രശ്നങ്ങളോ വോട്ടർമാരുടെ അഭിലാഷങ്ങളോ കോൺഗ്രസിന് മനസ്സിലാകുന്നില്ല. ഉത്തർപ്രദേശിനെ കുറിച്ചും ബീഹാറിനെ കുറിച്ചും അറിയാത്തവർക്കാണ് പാർട്ടി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം നൽകുന്നതെന്നും ഗൗരവ് വല്ലഭ് രൂക്ഷമായി തന്നെ വിമർശിച്ചു. തിരഞ്ഞെടുപ്പ് അടുക്കുംതോറും കോൺഗ്രസിന്റെ നയങ്ങളോട് ഒത്തുപോകാൻ സാധിക്കാതെ നിരവധി നേതാക്കളാണ് പാർട്ടി വിട്ടുപോകുന്നത്. സംസ്ഥാന തലത്തിൽ നോക്കുകയാണെങ്കിൽ ഈ അടുത്തായി കോൺഗ്രസിലെ മുൻ മുഖ്യമന്ത്രിമാരായിരുന്ന AK ആന്റണിയുടെയും K കരുണാകരന്റെയും മക്കൾ ഉൾപ്പെടെ പാർട്ടി ഉപേക്ഷിച്ച് പോയിരുന്നു. ഇവർ രണ്ടുപേരും കോൺഗ്രസ് വിട്ട് BJPയിലേക്കായിരുന്നു ചേക്കേറിയത്. മാത്രമല്ല കോൺഗ്രസ് വിട്ടുപോയ അനിൽ ആന്റണിയെ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തിരുന്നു. അതുപോലെ കോൺഗ്രസ് വിട്ടുപോയ പത്മജ വേണുഗോപാലിനെ നോക്കുകയാണെങ്കിൽ പാർട്ടിയിൽ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ടായിരുന്നു അവരുടെ രാജി. കൂടാതെ പാർട്ടിക്കെതിരെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടും തനിക്ക് നേരിടേണ്ടി വന്ന അവഗണനകൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചുകൊണ്ടുമായിരുന്നു പത്മജ ഇറങ്ങിപ്പോയതും. ഇതുകൂടാതെ പ്രാദേശിക നേതാക്കൾ പാർട്ടി വിട്ടുപോയതും കേരളത്തിലെ കോൺഗ്രസിനെ കടുത്ത ആശങ്കയിലാക്കിയിരുന്നു. അതുപോലെ തന്നെ 100ഓളം പേരാണ് കോൺഗ്രസ് വിട്ട് CPMയിലേക്ക് പോയത്. അതിൽ പ്രധാനപ്പെട്ട നേതാക്കളും ഉൾപ്പെടുന്നു എന്നതും ശ്രദ്ധേയമാണ്. നേരത്തെ തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കൊഴിഞ്ഞുപോക്കുണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയായി കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ പാർട്ടി വിടുന്നുമുണ്ട്. ഇവർ CPM ചേരിയിലെത്തുന്നതോടെ ഇടതുപക്ഷത്തിനും ആത്മവിശ്വാസം വർദ്ധിക്കുകയാണ്. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ ഈ അടുത്തായി ജില്ലാ പ്രാദേശിക നേതാക്കൾ കൂട്ടത്തോടെയാണ് CPMയിലേക്ക് എത്തിയത്. തിരഞ്ഞെടുപ്പ് അടുക്കുംതോറുമാണ് ഇത്തരത്തിലൊരു കൂട്ടരാജിയിലേക്ക് കോൺഗ്രസ് അണികളും നേതാക്കളും പോകുന്നത്. ഇവിടെ
പാർട്ടിക്കുള്ളിൽ സംസ്ഥാന തലത്തിലാണെങ്കിലും ദേശീയ തലത്തിലാണെങ്കിലും കടുത്ത അവഗണനയാണ് അവർക്ക് നേരിടേണ്ടി വരുന്നത്. അതുപോലെ തന്നെ പാർട്ടിയുടെ നിലപാടുകളോടും നടപടികളോടും യോജിച്ചു പോകാൻ പറ്റാതെയാണ് പലരും പാർട്ടി ഉപേക്ഷിക്കുന്നത്. ഇപ്പോൾ ദേശീയ വക്താവായ ഗൗരവ് വല്ലഭ് ആണെങ്കിലും സംസ്ഥാനത്തിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ആണെങ്കിൽ പോലും അവർ പാർട്ടി വിടാൻ കാരണം പാർട്ടിയിലെ അവഗണന തന്നെയാണ്. ഇതേ രീതിയിൽ തന്നെ മുന്നോട്ടു പോകാനാണ് കോൺഗ്രസ് കരുതുന്നതെങ്കിൽ തീർച്ചയായും ഇനിയും പാർട്ടിയിൽ കൊഴിഞ്ഞുപോക്കുണ്ടാകുമെന്നത് യാഥാർത്ഥ്യമാണ്.